ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഒരു മനുഷ്യൻ നദിയിലേക്ക് ഇറങ്ങി വീർക്കുകയും വേഗത്തിൽ ഒഴുകുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ ഒഴുക്കിനാൽ കൊണ്ടുപോകപ്പെട്ടാൽ മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കാനാകും? ബുദ്ധൻ. ആത്മവിചിന്തനം അത് വ്യക്തികളെ അവരുടെ സ്വന്തം വെല്ലുവിളികളെയും പോരാട്ടങ്ങളെയും കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഏറ്റവും ശക്തരായവരെപ്പോലും ജീവിത പ്രവാഹങ്ങളാൽ ഇല്ലാതാക്കാൻ കഴിയുമെന്ന് അംഗീകരിക്കുന്നു. സമാനുഭാവം. സമാനമോ വ്യത്യസ്തമോ ആയ വഴികളിൽ ബുദ്ധിമുട്ടുന്ന മറ്റുള്ളവരുടെ ദുരവസ്ഥ പരിഗണിക്കാൻ വ്യക്തികളെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഇത് സഹാനുഭൂതി വളർത്തുന്നു. വിനയം. നമ്മുടെ സ്വന്തം പരിമിതികളും പരാധീനതകളും അംഗീകരിച്ചുകൊണ്ട് അത് താഴ്മയെ ഊന്നിപ്പറയുന്നു. നമുക്കുതന്നെ ആവശ്യമുള്ളപ്പോൾ മറ്റുള്ളവരെ സഹായിക്കാനുള്ള കഴിവ് എപ്പോഴും നമുക്കുണ്ടാകണമെന്നില്ല. സഹിഷ്ണുത. പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുന്നതിൽ സഹിഷ്ണുതയുടെയും സ്ഥിരോത്സാഹത്തിന്റെയും പ്രാധാന്യം ഇത് എടുത്തുകാണിക്കുന്നു. ബുദ്ധിമുട്ടുകൾക്കിടയിലും മറ്റുള്ളവരെ സഹായിക്കാനുള്ള അവസരങ്ങളുണ്ടാകാം. സേവനവും അനുകമ്പയും. ഇത് സേവനത്തിന്റെയും അനുകമ്പയുടെയും മൂല്യത്തെ അടിവരയിടുന്നു. വ്യക്തിപരമായ വെല്ലുവിളികൾക്കിടയിലും ആവശ്യമുള്ള മറ്റുള്ളവർക്ക് പിന്തുണയും സഹായവും വാഗ്ദാനം ചെയ്യാനുള്ള സാധ്യത ഇപ്പോഴും ഉണ്ടെന്ന് നിർദ്ദേശിക്കുന്നു. ഐക്യവും സമൂഹവും. ഇത് മനുഷ്യരാശിയുടെ പരസ്പര ബന്ധത്തെക്കുറിച്ച് സംസാരിക്കുന്നു. പരസ്പരം പിന്തുണയ്ക്കുകയും ഉയർത്തുകയും ചെയ്യുന്നതിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുന്നു, പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ. മൊത്തത്തിൽ ഈ ഉദ്ധരണി ജീവിതത്തിന്റെ സങ്കീർണതകളുടെയും സഹാനുഭൂതിയുടെയും അനുകമ്പയുടെയും പ്രാധാന്യം, വെല്ലുവിളികളെ അതിജീവിക്കാനും മറ്റുള്ളവർക്ക് സഹായഹസ്തം നീട്ടാനുമുള്ള ശാശ്വതമായ മനുഷ്യചൈതന്യം എന്നിവയെക്കുറിച്ചുള്ള ഒരു ഉജ്ജ്വലമായ ഓർമ്മപ്പെടുത്തലായി വർത്തിക്കുന്നു. ഒരിക്കൽ ഒരു വലിയ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ രാജൻ എന്ന ജ്ഞാനിയായ ഒരു വൃദ്ധൻ താമസിച്ചിരുന്നു. ജ്ഞാനം, മറ്റുള്ളവരെ സഹായിക്കാനുള്ള അചഞ്ചലമായ സന്നദ്ധത എന്നിവയ്ക്ക് രാജൻ വളരെയേറെ അറിയപ്പെട്ടിരുന്നു. ഒരു മഴക്കാലത്ത് നദിയിൽ മഴവെള്ളം ഒഴുകി കടക്കാൻ ശ്രമിക്കുന്ന ഏതൊരാൾക്കും വലിയ അപകടമുണ്ടാക്കുന്ന വേഗതയേറിയതും വഞ്ചനാപരമായതുമായ ഒരു പ്രവാഹമായി മാറി. കൊടുങ്കാറ്റുള്ള ഒരു സായാഹ്നത്തിൽ ഒരു യുവസഞ്ചാരി നദിയിലൂടെ ഒഴുകാൻ പാടുപെടുന്നത് രാജൻ കണ്ടു. അപകടസാധ്യതകൾ വകവയ്ക്കാതെ കടന്നുപോകാനും യാത്ര തുടരാനും യാത്രക്കാരൻ തീരുമാനിച്ചു. ഒരു മടിയും കൂടാതെ രാജൻ നദിക്കരയിലേക്ക് ഓടി യാത്രക്കാരനെ വിളിച്ചു അപകടകരമായ ഒഴുക്കിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി. പക്ഷേ നദിയുടെ കരകവിഞ്ഞൊഴുകാൻ കാത്തുനിന്നാൽ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുമെന്ന് ഭയന്ന് യാത്രികൻ കടക്കാൻ നിർബന്ധിച്ചു. മനസ്സില്ലാമനസ്സോടെ ആ സഞ്ചാരി വെള്ളപ്പൊക്കത്തിലേക്ക് കാലെടുത്തുവയ്ക്കുന്നത് രാജൻ നോക്കിനിന്നു. നിമിഷങ്ങൾക്കുള്ളിൽ ഒഴുക്ക് അവനെ താഴേക്ക് കയറ്റി അവന്റെ കാലിൽ നിന്ന് വലിച്ചെറിഞ്ഞു. യാത്രക്കാരൻ സഹായത്തിനായി നിലവിളിച്ചു, പക്ഷേ സമയം വളരെ വൈകി. യുവാവിന്റെ വിധി മനസ്സിലാക്കിയ രാജന്റെ ഹൃദയം പിടഞ്ഞു. നദിക്കരയിൽ നിൽക്കുമ്പോൾ ദുരന്തത്തെക്കുറിച്ച് ചിന്തിച്ച് രാജന്റെ ചിന്തകൾ ഗഹനമായ ഒരു ചോദ്യത്തിലേക്ക് തിരിഞ്ഞു. ഒരു നദിയിലേക്ക് ഒഴുകുന്ന, വീർത്തതും വേഗത്തിൽ ഒഴുകുന്നതുമായ ഒരു മനുഷ്യനെ ഒഴുക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കാനാകും? ആ ചിന്തയുടെ നിമിഷത്തിൽ ചോദ്യത്തിന് പിന്നിലെ ആഴത്തിലുള്ള അർത്ഥം രാജന് മനസ്സിലായി. ചില സമയങ്ങളിൽ നമ്മുടെ ഏറ്റവും നല്ല ഉദ്ദേശ്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും ജീവിതത്തിലെ വെല്ലുവിളികളാൽ നാം തളർന്നുപോയേക്കാം എന്ന് അദ്ദേഹം മനസ്സിലാക്കി. സഞ്ചാരി നദിയിൽ ഒഴുകിപ്പോയതുപോലെ നമുക്കും മറികടക്കാനാകാത്ത തടസ്സങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. പക്ഷേ പ്രതികൂല സാഹചര്യങ്ങളിലും പ്രതീക്ഷയുണ്ടെന്ന് രാജനും മനസ്സിലായി. തന്റെ ദുഃഖം ശക്തിയാക്കി മാറ്റാൻ അദ്ദേഹം തീരുമാനിച്ചു. ആവശ്യമുള്ള മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് യുവസഞ്ചാരിയുടെ ഓർമ്മയെ ബഹുമാനിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തു. ഭൂതകാലത്തെ മാറ്റാൻ കഴിയില്ലെങ്കിലും വർത്തമാനകാലത്ത് മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന് രാജന് അറിയാമായിരുന്നു. അന്നുമുതൽ രാജൻ തന്റെ സമൂഹത്തെ കൂടുതൽ അനുകമ്പയോടെയും നിശ്ചയദാർഢ്യത്തോടെയും സേവിക്കാൻ സ്വയം സമർപ്പിച്ചു. തന്റെ സഹായം തേടിയവർക്കെല്ലാം മാർഗനിർദ്ദേശവും പിന്തുണയും ദയും നൽകിക്കൊണ്ട് സ്വന്തം പോരാട്ടങ്ങളെ അഭിമുഖീകരിക്കുന്നവർക്ക് അദ്ദേഹം പ്രത്യാശയുടെ പ്രകാശമായി മാറി. രാജന്റെ നേതൃത്വത്തിൽ ഗ്രാമം അഭിവൃദ്ധി പ്രാപിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കഥ ദൂരവ്യാപകമായി പ്രചരിച്ചു. അസംഖ്യം മറ്റുള്ളവരെ അവരുടെ സ്വന്തം വെല്ലുവിളികൾക്ക് മുകളിൽ ഉയരാനും ആവശ്യമുള്ളവർക്ക് സഹായഹസ്തം നീട്ടാനും പ്രചോദിപ്പിച്ചു. രാജന്റെ കഥ നമ്മെ അദ്വിതീയവും ശക്തവുമായ നിരവധി പ്രചോദനാത്മക പോയിന്റുകൾ പഠിപ്പിക്കുന്നു. സഹിഷ്ണുത. വ്യക്തിപരമായ ദുരന്തങ്ങളെ അഭിമുഖീകരിച്ചിട്ടും സഹിഷ്ണുത പുലർത്താനും മറ്റുള്ളവരെ സഹായിക്കാനുള്ള പ്രചോദനത്തിന്റെ ഉറവിടമായി തന്റെ ദുഃഖം മാറ്റാനുമുള്ള ശക്തി രാജൻ കണ്ടെത്തി. നിസ്വാർത്ഥത. യാത്രക്കാരന് മുന്നറിയിപ്പ് നൽകാൻ സ്വന്തം സുരക്ഷയെ അപകടപ്പെടുത്താനുള്ള രാജന്റെ സന്നദ്ധത മറ്റുള്ളവരുടെ ക്ഷേമത്തിനായുള്ള നിസ്വാർത്ഥ പ്രതിബദ്ധത പ്രകടമാക്കുന്നു. സഹാനുഭൂതി. യുവസഞ്ചാരിയുടെ ദുരവസ്ഥയെക്കുറിച്ചുള്ള രാജന്റെ പ്രതിഫലനം സഹാനുഭൂതിയും ധാരണയും വളർത്തുന്നു. മറ്റുള്ളവർ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ പരിഗണിക്കാൻ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. ദൃഢനിശ്ചയം.
പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും തന്റെ സമൂഹത്തിൽ നല്ല മാറ്റമുണ്ടാക്കാനുള്ള രാജന്റെ ദൃഢനിശ്ചയം നിശ്ചയദാർഢ്യത്തിന്റെയും ലക്ഷ്യത്തിന്റെയും ശക്തിയെ എടുത്തുകാണിക്കുന്നു. പ്രചോദനം. രാജന്റെ കഥ പ്രചോദനത്തിന്റെ ഉറവിടമായി വർത്തിക്കുന്നു. നമ്മുടെ ഇരുണ്ട നിമിഷങ്ങളിൽ പോലും മറ്റുള്ളവരെ ഉയർത്താനും നമുക്ക് ചുറ്റുമുള്ള ലോകത്ത് അർത്ഥവത്തായ സ്വാധീനം ചെലുത്താനുമുള്ള ശക്തി നമുക്ക് കണ്ടെത്താനാകുമെന്ന് ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും നന്ദി. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.